ഹലോ അസ്സാം വലൈക്കും. ഇന്ന് നമുക്ക് നല്ലൊരു പൊട്ടറ്റോ ഫ്രൈ തയ്യാറാക്കിയാലോ. ഇത് നമുക്ക് ചോറിനും ചപ്പാത്തിക്കൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പൊട്ടറ്റോ ഫ്രൈൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. ഇനി നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. ഇതിനു വേണ്ടി ഞാനിവിടെ 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അരിഞ്ഞെടുക്കാവുന്നതാണ്. അപ്പം നമുക്കിനി ഇതെങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. അതിനു വേണ്ടി പാൻ ചൂടായി വരുന്നേരം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇനി ഇതിലേക്ക് 2 വലിയ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും അതോടൊപ്പം തന്നെ കുറച്ച് കരിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി സവാളയൊക്കെ നന്നായി ഒരു ചെറിയൊരു ഗോൾഡൻ കളറായി വരുന്നവരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. സവാളയൊക്കെ ഇപ്പം നന്നായി വഴണ്ട് ചെറിയൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതൊക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് 1 മിനിറ്റ് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. നമ്മൾ ഈ ടൈമിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഉരുളക്കിഴങ്ങിലൊക്കെ നന്നായി ഉപ്പ് പിടിക്കുകയുള്ളൂ. ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് ഉരുളക്കിഴങ്ങൊക്കെ നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. ഇതിപ്പോൾ ഏകദേശം 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നന്നായി വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ചെറുതായൊരു ഗോൾഡൻ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടിയും ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം കുറച്ച് കരിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ എപ്പോഴും ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഏകദേശം 2 മിനിറ്റ് വരെ ഇതൊക്കെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. എങ്കിലേ നമ്മുടെ മസാലയൊക്കെ ഇതിൽ നന്നായി ഒന്ന് പിടിച്ച് വരുള്ളൂ. ഇതിപ്പോൾ ഏകദേശം 2 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ മാറി നമ്മുടെ പൊട്ടാറ്റോ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത്രയും ആയിക്കാനും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ പൊട്ടാറ്റോ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.